തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെ. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള നോട്ടീസ് വൈകിട്ട് 3 മണി വരെ വരണാധികാരികൾക്ക് നൽകാം. അതിനിടെ വിമതരെ പിന്തിരിപ്പിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് മുന്നണികൾ. റഹീസ് റഷീദാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഈ വിമത ശല്യം പലയിടത്തും രൂക്ഷമാണ്. അത് വലിയ പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നുണ്ട്. എങ്ങനെയാണ് അനുനയ നീക്കം ഈ വിഷയത്തിൽ മുന്നണികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഗുഡ് മോർണിംഗ്. നാളെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്ന ദിവസമാണ്. നാളെ വൈകുന്നേരം 3 മണി വരെയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള നോട്ടീസ് അതാത് വർണ്ണാധികാരികൾക്ക് സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാനുള്ള സമയം. ഇനി സ്ഥാനാർത്ഥികൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നേരത്തെ നിശ്ചയിച്ച ഏൽപ്പിച്ച തെരഞ്ഞെടുപ്പ് ഏജന്റിന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അപേക്ഷയും നൽകാം. ഇനി പ്രത്യേകിച്ച് ഇന്നും നാളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പ്രധാനപ്പെട്ട ദൗത്യം വിമത സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കുക എന്നതാണ്. അതിന് ഏതറ്റം വരെയും രാഷ്ട്രീയ നേതാക്കൾ പോകും. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരു വാർഡിൽ പാർട്ടി വിമതൻ മത്സരിക്കുമ്പോൾ ആ വിമതന് നിർണായക സ്വാധീനമുള്ള സ്ഥലമായിരിക്കാം ഭൂരിഭാഗം സ്ഥലങ്ങളും. അപ്പോൾ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ പരാജയത്തിനാണ് അത് കാരണമാവുക. അതുകൊണ്ട് അത്തരം ചർച്ചകളാണ് ഇന്നും നാളെയുമായി നടക്കുന്നത്. ഇന്നലെ സ്ക്രൂട്ടണി കഴിഞ്ഞപ്പോൾ 2261 നാമനിർദ്ദേശ പത്രികകൾ പല കാരണങ്ങൾ കൊണ്ട് തള്ളിക്കളഞ്ഞു. ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ ഇപ്പോൾ എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരു UDFന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതടക്കമുള്ള ആ തരത്തിലുള്ള പത്രികകൾ തള്ളിയിരുന്നു. മൊത്തം 98,451 നാളെ വരെ പിൻവലിക്കാം. എന്തായാലും വിമതരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ.